ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫോട്ടോ ആണിത്. എല്ലാ കളേഴ്സും ഇങ്ങനെ ബ്ലറായി നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫോട്ടോ വേറെ ലെവലാണ്. വളരെ സിമ്പിളായി നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ച് തന്നെ ഫോട്ടോ എടുക്കാം. അപ്പോൾ മൊബൈൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന എല്ലാ ഭ്രാന്തന്മാരും കയറിപ്പോയി. നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ട് ഒരു ഫോണ്, പിന്നെ നമ്മൾ നേരത്തെ ഫില്ല് ചെയ്ത് വെച്ച ഗ്ലാസ്, പിന്നെ ഫോട്ടോ എടുക്കാനൊന്ന്. അപ്പോൾ ഇതുപോലെ ഫോണിൽ വാൾപേപ്പർ ആക്കിയിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളി പിക്ചേഴ്സ് കിട്ടാനായിട്ട് നമുക്ക് അബ്സ്ട്രാക്റ്റ് ബാക്ക്ഗ്രൗണ്ട്സ് എടുക്കുക. അപ്പോൾ അബ്സ്ട്രാക്റ്റ് ബാക്ക്ഗ്രൗണ്ട്സ് എടുക്കാൻ നേരെ ഗൂഗിളിൽ കയറിയിട്ട് അബ്സ്ട്രാക്റ്റ് വാൾപേപ്പേഴ്സ് എന്ന് അടിച്ചാൽ ഒരുപാട് നല്ല കളർ കോമ്പിനേഷനുള്ള ഗ്രേഡിയൻറ്റ് ടച്ചോട് കിട്ടിയിട്ട് കളേഴ്സുള്ള അബ്സ്ട്രാക്റ്റ് ബാക്ക്ഗ്രൗണ്ട്സ് കിട്ടും. സോ അപ്പോൾ അതിൽ നിന്ന് നല്ലൊരു കളർ കോമ്പിനേഷനുള്ള ഒരു വാൾപേപ്പർ എടുക്കുക. അതിന് ശേഷം നമ്മുടെ ഗ്ലാസ് നേരെ ഫോണിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കയറ്റി വയ്ക്കാം. ശരിക്കും ഈ ഒരു സെറ്റപ്പിൽ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ഒരു ഡാർക്ക് ലൈറ്റ് കണ്ടീഷനിലായിരിക്കണം നമ്മൾ ഫോട്ടോ എടുക്കേണ്ടത്. ഇതിപ്പോൾ ലൈറ്റ് കണ്ടീഷൻ ആയതുകൊണ്ട് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കൺട്രാസ്റ്റും ഹൈലൈറ്റും ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ തന്നെ ഒരു ഡാർക്ക് ലൈറ്റ് കണ്ടീഷനിലേക്ക് അത് എത്തിക്കാൻ പറ്റും. സോ ഇനി നമ്മുടെ മെയിൻ ഐറ്റം ഓയിൽ. ബബിൾസ് ഫോം ചെയ്യാനായിട്ട് ഓയിൽ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ആ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. സോ വാട്ടറിനെ അപേക്ഷിച്ച് ഓയിലിന് ഡെൻസിറ്റി കുറവായതുകൊണ്ട് തന്നെ അത് വെള്ളത്തിന് മുകളിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കും. ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ എയറൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നല്ല രീതിക്ക് ബബിൾസ് ഫോം ചെയ്യും. നമ്മൾ എത്രത്തോളം ഷെയ്ക്ക് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം നമുക്ക് ബബിൾസ് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനേ കഴിയും. നമുക്കിപ്പോൾ വേണമെങ്കിൽ കൂട്ടായിട്ട് ഇതുപോലെ ബബിൾസ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ മൊത്തത്തിൽ പരത്തിയിട്ട് എല്ലായിടത്തും സ്പ്രെഡായ രീതിയിൽ ബബിൾസ് ഉണ്ടാക്കാം. അത് സോ നിങ്ങളെ ഇഷ്ടം. അപ്പോൾ കൂട്ടായിട്ട് ബബിൾസ് ഉണ്ടാക്കുമ്പോഴായിരിക്കും നമ്മളെ ഫോട്ടോയ്ക്ക് കുറച്ചുകൂടി ഒരു രസം കൂടുക. അപ്പോൾ ഇനി ഫോൺ എടുക്കുക, ഒന്നും നോക്കണ്ട, പറ ക്ലിക്ക് അടിക്കുക. ഇത് കുറച്ചുകൂടി ചെറിയ പാർട്ടുകളായതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ഫോക്കൽ ലെങ്ത് കൂടുതലായതുകൊണ്ടും നമ്മൾ കുറച്ചുകൂടി സൂം ചെയ്തെടുക്കുകയാണെങ്കിൽ ചെറുതായിട്ട് ഒരു മാക്രോ എഫക്റ്റ് കിട്ടും. സോ സൂം ചെയ്ത കണ്ടീഷൻ ആയതുകൊണ്ട് തന്നെ ഫോണിൽ നല്ലപോലെ ഷേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിംഗർ പ്രിൻറ്റ് ക്യാപ്ചറോ അതുപോലെ തന്നെ വോളിയോമീറ്റർ ഉപയോഗിച്ചൊക്കെ ഫോട്ടോ എടുക്കാൻ ശ്രമിക്കാം. യെസ്, അപ്പോൾ നമ്മൾ ട്രാക്ക് പറ്റി ഒരു പ്രൊഫഷണൽ ടച്ചിന് നല്ലൊരു റിസൾട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫിക്ക് ഒരു മാക്രോ ലെൻസിൻ്റെ സഹായം കൂടെ അതിൻ്റെ ആവശ്യമുണ്ട്. ഇതിപ്പോൾ സ്കൈവിക്കിൻ്റെ സിഗ്നി 50x 15x മാക്രോ ലെൻസാണ്. സോ ഈ ഒരു ലെൻസിൻ്റെ ഇമേജ് റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, വേറെ ലെവലാണ്. ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോട്ടോഗ്രാഫി എടുക്കാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ഒരു ലെൻസ് എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ വേറെ ലെവലാവും. മറ്റ് ലെൻസുകളൊക്കെ അപേക്ഷിച്ച് ഈ ഒരു ലെൻസിന് റേഡിയസ് കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഫോണിലേക്ക് അത് ക്ലിപ്പ് ഓൺ ചെയ്യുമ്പോൾ ഒരു ബ്ലാക്ക് ഷെയ്ഡ്, അതായത് നോർമൽ ലെൻസൊക്കെ ഇതുപോലെ ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഉണ്ടാവും. ഈ ഒരു ലെൻസിനെ സംബന്ധിച്ച് ആ ഒരു കറുത്ത ഷെയ്ഡേ ഇല്ല. സോ നമ്മൾ ഫോണിലേക്ക് ക്ലിപ്പ് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണ്ടാവും. അതെ, വലിയ ഒരു ക്യാമറ. നേരത്തെ നമ്മൾ എടുത്തത് ഇപ്പോൾ ലെൻസ് വെച്ചെടുത്തതും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാണാൻ പറ്റും. സോ ലെൻസ് വെച്ചെടുക്കുമ്പോൾ ആ ഒരു ഷെയ്ക്കിംഗ് ഇല്ല, കറക്റ്റ് നമുക്ക് ഷാർപ്പായിട്ട് ഇമേജ് കിട്ടും. അതുപോലെ തന്നെ നല്ലപോലെ ബ്ലർ കിട്ടും. അങ്ങനെ ഇതുവരെ എടുത്ത എല്ലാ ഫോട്ടോസും വീഡിയോൻ്റെ ലാസ്റ്റ് കാണാം. അപ്പോൾ മറക്കണ്ട, നിങ്ങളെടുത്ത കിടിലം ഫോട്ടോസ് നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തോളൂ, എന്നെ ടാഗ് ചെയ്തോളൂ. നല്ല കിടിലം ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് എൻ്റെ സ്റ്റോറിയിൽ ഫീച്ചർ ചെയ്യാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവർക്ക് ഇത് ID സൈഡിൽ കാണാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ നേരെ ചെന്നിട്ട് ഫോളോ ചെയ്യുക. സോ അടുത്തൊരു വീഡിയോ കാണാം. പ്ലീസ്.